ഈ നാട്ടിൽ ഒരുപാട് കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുത്തവനാ ഞാൻ. ആ എന്നോട് ഉടായ്പ കൊണ്ട് വന്നാലുണ്ടല്ലോ. ആര്? ഞാനാ ഉടായിപ്പോ? വിരുന്നിന് പോയി മകനും മരുമോളും വന്ന് കയറുമ്പോ സ്നേഹത്തോടെ വേണ്ട, വഴക്കുണ്ടാക്കായിരുന്നൂടെ? ആരാടാ വഴക്കുണ്ടാക്കിയത്? ഞാനാണോ അതോ നിന്റെ ഭാര്യയോ? എന്റെ മേഡം എന്ത് ചെയ്യുന്ന? ചുമ്മാ ഓരോന്ന് പറഞ്ഞോടല്ലേ. നിന്റെ ഭാര്യ മേഡം എന്താ മിണ്ടാതെ നിൽക്കുന്നു? പറഞ്ഞു കൊടുക്ക്. ഞാനെന്ത് പറയാൻ അങ്കിൾ? വരുമ്പോ അറിയാതെ ബക്കറ്റിലെ കാലൊന്ന് തട്ടി, കാല് വേദനയെടുത്ത് ബുദ്ധിമുട്ടി മുറിയിലേക്ക് പോവാ. എങ്ങനെ എങ്ങനെ? അറിയാതെ കാല് തട്ടിയോ? വേദന ഉണ്ടല്ലേ? കലാമണ്ഡലത്തിലുള്ളവർ പോലും തോറ്റുപോകും ഈ അഭിനയത്തിന് മുന്നിൽ. മിണ്ടായിരിക്കടാ. മാഡം ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ കോളേജിൽ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണോ അത് ഫുട്ബോളോ? ഒറ്റത്തട്ടിന് ബക്കറ്റ് അങ്ങ് തെറിപ്പിച്ചോളഞ്ഞല്ലോ. ബക്കറ്റ് തട്ടി തെറിപ്പിച്ചോ മേഡോ? അല്ലാതാരാ? ദുഷ്ടത്തരം ചെയ്യുമ്പോ ഒരു കണ്ണതിനൊപ്പം ഉണ്ടാവും, വിറ്റ്നസ്, ദൃക്സാക്ഷി. അതുപോലെ ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നാലും ചാരുവിന് കുറ്റം, ബക്കറ്റ് വഴി കൊണ്ടുവച്ചെന്ന്. ബാലമാമേ കുഴപ്പമില്ല, പോട്ടെ. മോളുണ്ടായിരുന്നേ. ചീഫ് എഞ്ചിനീയർ അല്ല ആരായാലും ക്രിമിനൽ ബുദ്ധിയൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. അത് ഈ വീട്ടിൽ ഇറക്കാൻ നോക്കിയാലുണ്ടല്ലോ, പ്രത്യാഘാതം എങ്ങനെയായിരിക്കും പറയാൻ പറ്റില്ല. മാഡത്തിന് അത് താങ്ങില്ല. കേട്ടല്ലോ? ശ്രേയ, ഞാൻ പറഞ്ഞതാ നിന്നോട്, നിന്റെ ഒരടവ് ഇവിടെ നടക്കില്ലെന്ന്. അത് മനസ്സിലാക്കി ജീവിച്ചാ നിനക്ക് നല്ലത്. അയ്യോ മേഡം, മേഡം പോലെ നിലയ്ക്കാൻ വെച്ചിട്ടുണ്ടേ, നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ആദ്യം കലിതുള്ളിപ്പോയ ഭാര്യയെ സമാധാനിപ്പിക്കേ, ഇല്ലെങ്കിലേ അനുഭവിക്കുന്ന ഞാനായിരിക്കില്ല. എന്തേലും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്ക്. ഞാനിപ്പോ റൂമിലേക്ക് പോയി എങ്ങനെ ഇരിക്കും? മേഡത്തിന്റെ റിയാക്ഷൻ വേണ്ട, ഇപ്പൊ പോണ്ട. പേരെന്ത് ചെയ്യും? അമ്മേ, അമ്മേ, ശ്രേയ വല്ലാത്ത ദേഷ്യത്തില. അരവിന്ദ് പറഞ്ഞ പോലെ അല്ല. അതെ, ശരിയാ. നീ ആദ്യം പോയി പൊന്നിനോട് സംസാരിക്കേ, ഞാൻ പിന്നാലെ വരാം. ഞാനില്ല, അമ്മ ചെല്ലേ ചെല്ലേ ചെല്ലാൻ. പൊന്നു, മോളും അരവിന്ദും വിരുന്നിന് പോയിട്ട് എപ്പ വരുമെന്നും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കായിരുന്നു ഞാൻ. അല്ലേ അശ്വതി? അതെ. അല്ല, മോളെപ്പോ വന്നു? എന്താ ഈ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്നേ? അരവിന്ദനോട് ചോദിച്ചിട്ട് അവനൊന്നും പറഞ്ഞില്ല. മുഖം വീർപ്പിച്ചിരിപ്പുണ്ട് പാവം. എന്തു പറ്റി മോളെ? ആന്റി, ഭർത്താവും രണ്ടാമത്തെ മരുമോളും എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? രണ്ടും കൂടെ മാറി മാറി പോരെടുത്തോണ്ടിരിക്കും. പൊന്നു മോളെ, ആ തുണിക്കച്ചവടക്കാരി അയാളുടെ പെങ്ങളുടെ മകളായി എന്ന് ജനിച്ചോ അന്ന് തുടങ്ങിയതാ ഓരോരോ പ്രശ്നങ്ങള്. അവര് പറയുന്നതൊന്നും മോള് കാര്യാക്കണ്ട, വിട്ടുകളയണം. എന്താ നടന്നതെന്ന് മനസ്സിലാക്കാതെ സംസാരിച്ച് എന്റെ ദേഷ്യം കൂട്ടണ്ട. അമ്മേ, മിണ്ടാതിരുന്നേ. ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അമ്മയമ്മയാണെന്നുള്ളൊരു ബഹുമാനം ഇവള് കാണിക്കുന്നില്ല. മകളായ അശ്വതിക്കും അതില്ലെന്നായോ? ശ്രേയ, എന്താ ഉണ്ടായത്? അച്ഛനും ചാരു എന്താ പറഞ്ഞത്? ഞാനും അരവിന്ദും വിരുന്ന് കഴിഞ്ഞ് വന്നപ്പോ ചാരു എന്ത് ധൈര്യം ഉണ്ടായിട്ടാ?
എന്റെ പൊന്നുവിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? രണ്ടിനുള്ളത് ഞാൻ ഇപ്പൊ തന്നെ കൊടുക്കാൻ പോവാ. ആന്റി വേണ്ട, അങ്കിൾ എന്നോട് പറഞ്ഞതൊന്നും ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ല. പക്ഷെ ചാരു, അവൾക്ക് എന്റെ മുന്നിൽ നിൽക്കാൻ യോഗ്യത പോലുമില്ല. അവളാ എന്നെ ചലഞ്ച് ചെയ്ത് സംസാരിച്ചത്. അതെനിക്ക് സഹിക്കില്ല. ശ്രേയ, കാത്തിരുന്ന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട സ്ഥലത്ത് അടി കൊടുക്കണം. പിന്നെ എഴുന്നേക്കില്ല അവളുടെ നാക്കും വാക്കും. ശ്രേയെ അപമാനിച്ച അത് ഞങ്ങളെ കൂടി അപമാനിക്കുന്നതിന് തുല്യ. ചാരുവിന് ഞാൻ വച്ചിട്ടുണ്ട് നല്ലൊരു പണി. വച്ചോ. അച്ചക്കുട്ടി വരുന്നതിന് മുമ്പ് തീർക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇന്നത്തേക്ക് ഇത് മതി. വെള്ളം ഒഴിച്ചോ, വെള്ളം ഒഴിച്ചോ. വെല്ലുവിളിയാ, കഴിക്കുന്നോ? അവിടെ നിന്ന് വിഴുങ്ങിക്കോ. അച്ഛനെ മൂടിൽ തീ പിടിച്ചിരിക്കുമ്പോഴാ ഒരു തീറ്റക്കാര്യം തൊമ്മാനോടും. കുഞ്ഞളിയാ, ഇരിക്കി. അക്കുച്ചേട്ടാ, കല്ലുമോള് വിളിച്ചായിരുന്നു. നമ്മള് രണ്ടുപേരും ഞാറുകണ്ടത്തിൽ പോയി കഷ്ടപ്പെട്ട് മണിയറയൊക്കെ ഒരുക്കി. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല, വേസ്റ്റ് ആയിപ്പോയി. ആണോ? ഷോ, കഷ്ടമായി പോയി കേട്ടോ. അതന്നെ, കഷ്ടായിപ്പോയി. മാഡത്തിന് വയറുവേദന വന്നെന്നോ പിന്നെ സ്വപ്നം കണ്ട് പേടിച്ചെന്നോ ഒക്കെ കല്ലുമോള് പറയുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. കൂട്ടിവെച്ച സ്വപ്നങ്ങളും മോഹങ്ങളും നടന്നില്ല. നമ്മളായിട്ട് ഒന്നിനും ഇടപെടണ്ട കാക്കോത്തി. അങ്ങനെ ഇടപെടാതിരിക്കാനൊന്നും പറ്റില്ല. ഈ വീട്ടിലൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കണ്ടേ നമുക്ക്? മുറ്റത്ത് കുഞ്ഞിക്കാൽ ഓടിക്കളിക്കണ്ടേ? ബാലമാമന് പേരക്കുട്ടിയെ പുന്നാരിക്കാനും താലോലിക്കാനും ഒക്കെ കൊതി ഉണ്ടാവില്ലേ? അതുണ്ടാവും, സത്യ.